കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് ബിയിൽ 9ാമത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Mr. Mehajan was employed in a company at Mandya. He retired from the service on 1st February 2022 after completing 25 years of service. From 1st August 2020, his pay scale was 16,500, 20,000. Okay, and was getting DA of 30% of basic pay, which is also considered for computing retirement benefit. He had already engaged earned leave for 16 months. He was paid rupees 2,35,000 on encashment after retirement. Compute the taxable amount. Okay. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എൻകേഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന പാർട്ടില് എൻകേഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എൻകേഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവിന്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മളിവിടെ സാലറിയുമായിട്ട് ചെറിയൊരു മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് ആദ്യം 16,000 പിന്നെ 500 കൂടുന്നു, അങ്ങനെ മാക്സിമം 20,000 വരെ എന്നുള്ള രീതിയിൽ ബേസിക് സാലറിയിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ജസ്റ്റ് നമ്മൾ നോക്കണം. ഇയാള് റിട്ടയർഡ് ആകുന്നത് എപ്പോഴാണ്? റിട്ടയർഡ് ആകുന്നത് 1st February 2022 ആണ് റിട്ടയർഡ് ആകുന്നത്. നമ്മൾ നിലവിലുള്ള അസസ്മെന്റ് ഇയർ വെച്ചല്ല ചെയ്യുന്നത്. നിങ്ങൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അസസ്മെന്റ് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുക. കാരണം ഓരോ അസസ്മെന്റ് ഇയറിലും ഇത് ഡേറ്റുകൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ ഞാൻ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള അസസ്മെന്റ് ഇയർ വെച്ചുകൊണ്ടാണ് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇയാൾ റിട്ടയർഡ് ആകുന്നത് എപ്പോഴാണ്? 1st February ആണ് റിട്ടയർഡ് ആകുന്നത്. ഓക്കെ, 1st February 2022 റിട്ടയർഡ് ആകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ലാസ്റ്റ് 10 months സാലറിയുടെ ആവറേജ് കാണണം. അതിനായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇയാൾക്ക് 1st August 2020 മുതൽ 1st August 2020 മുതൽ ഇയാളുടെ ശമ്പളം വരുന്നത് എത്രയാണ്? 2020 August മുതൽ ഇയാളുടെ ശമ്പളം വരുന്നത് 16,000 ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് 1st August 2021 ഇയാളുടെ ശമ്പളം എത്രയായിട്ട് മാറും? 500 വർദ്ധിക്കും. അതായത് എത്രയായിട്ട് മാറും? 16,500, 16,500 എന്ന് ആകും. ഓക്കെ, ഇയാൾ റിട്ടയർഡ് ആകുന്നത് 1st February 2022 ആണ്. അതായത് 1st August 2021 മുതൽ 1st February 2022 വരെ ഇയാളുടെ ശമ്പളം എത്രയാണ്? 16,500 ആണ്. ഓക്കെ, 1st February 2022 ഇയാള് റിട്ടയർഡ് ആകുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ 1st August മുതൽ 16,500 അയാൾ എത്ര മാസം വരുന്നുണ്ട് നോക്കണം. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി. ഓക്കെ, 6 മാസം ഇയാള് 16,500 ആണ് വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പൊ 16,500 into 6 നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 99,000 എന്ന് നമുക്ക് കിട്ടും. 16,500 into 6. ഇനി നമുക്ക് ഇവിടെ 6 മാസത്തെ ശമ്പളമായി. നമ്മൾ ലാസ്റ്റ് 10 monthsന്റെ ആവറേജ് ആണ് കാണേണ്ടത്. അപ്പൊ ഇതിന്റെ തൊട്ടു മുമ്പുള്ള 4 മാസം എത്രയായിരിക്കും? തൊട്ടു മുമ്പുള്ള 4 മാസം ഇയാളുടെ ശമ്പളം 16,000 ആയിരിക്കും. ഓക്കെ, അതായത് 16,500 ആണ് നിലവിൽ വാങ്ങുന്നത്. അതിന്റെ തൊട്ടു മുമ്പ് എത്രയാണ്? 16,000 ആയിരുന്നു. അപ്പൊ അവിടെ 16,000 into 4 നമ്മൾ കാണണം. നമുക്ക് എത്ര കിട്ടും? 64,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. 99,000നെയും അതേപോലെ തന്നെ 64,000നെയും. അപ്പൊ നമുക്ക് 1,63,000 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 1,63,000 എന്ന് കിട്ടും. ഇനി ഇവിടെ സാലറി എന്നതിൽ DA കൂടെ പറയുന്നുണ്ട്. DA 30% ബേസിക് പേ എൻറ്റർ ചെയ്യുന്നുണ്ട് റിട്ടയർമെന്റ് ബെനിഫിറ്റിൽ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് സാലറി 1,63,000 കിട്ടി. ഇനി ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 30% DA ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ 30% DA ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 48,900 എന്ന് കിട്ടും. ഓക്കെ, 1,60,3,000ന്റെ എത്ര ശതമാനം കാണുന്നു? 30% നമ്മൾ കാണുന്നു. അപ്പൊ നമുക്ക് 48,900 എന്ന് DA കിട്ടും. ഓക്കെ, 30% റിട്ടയർമെന്റ് ബെനിഫിറ്റിൽ എൻറ്റർ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ 2,11,900 എന്ന് നമുക്ക് കിട്ടും. ഇതിന്റെ എന്താണ്? ആവറേജ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആവറേജ് സാലറി ഓഫ് 10 months. ഓക്കെ, ആവറേജ് സാലറി ഓഫ് 10 months എത്ര വരും?
average of salary of 10 months is equal to 2,11,900 divided by 10, that is equal to 21,190 എന്ന് ആവറേജ് സാലറി നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കാൽക്കുലേഷൻ ഇത്രയും ചെയ്യേണ്ടതായിട്ട് വന്നത് നമ്മുടെ ബേസിക് സാലറിയുടെ സ്കെയിൽ ഓഫ് പേ, ബേസിക് സാലറി സ്കെയിൽ ഓഫ് പേയില് മാറ്റം വരുന്നത് കൊണ്ടാണ്. ആദ്യം 16,000 പിന്നെ 500 കൂടുന്നു അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ലാസ്റ്റ് 10 മന്ത് സാലറിയുടെ ബേസിക് സാലറി കണ്ടെത്തുന്നു. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എൻഗേജ്മെന്റ് ഓഫ് ഏൺഡ് ലീവിന്റെ 4 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അതായിരിക്കും എക്സംപ്റ്റഡ്. ടാക്സബിൾ നമ്മൾ എത്രയാണോ എൻഗേജ്മെന്റ് നമുക്ക് കിട്ടിയത് അതിൽ നിന്ന് എക്സംപ്റ്റഡ് കുറച്ചാൽ ടാക്സബിൾ കിട്ടും. ഓക്കെ, എക്സംപ്റ്റഡ് എമൗണ്ട് കാണാൻ നമ്മൾ ഒന്നാമത്തെ കാണേണ്ട എന്താണ്? ആക്ച്വൽ എമൗണ്ട് എൻഗേജ്ഡ്. ഓക്കെ, ആക്ച്വൽ എമൗണ്ട് എൻഗേജ്ഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? ആക്ച്വൽ എമൗണ്ട് എൻഗേജ്ഡ് ഈസ് ഈക്വൽ ടു 2,35,000 ആണ് ആക്ച്വൽ എമൗണ്ട് എൻഗേജ്ഡ് തന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ കാണേണ്ടത് എന്താണ്? സാലറി ഫോർ ലാസ്റ്റ് 10 മന്ത്സ് ആണ്. സാലറി ഫോർ ലാസ്റ്റ് 10 മന്ത്സ് ബേസ്ഡ് ഓൺ ആവറേജ് സാലറി ആണ് കാണുന്നത്. അതായത് 21,190 into 10 കാണുന്നു. അതായത് 2,11,900 എന്ന് നമുക്ക് കിട്ടും. മൂന്നാമത്തെ കാണേണ്ടത് എന്താണ്? സാലറി ഫോർ ദി പീരീഡ് ഓഫ് ബാലൻസ് മന്ത്സ് ആണ്. അതായത് ഇയാള് എത്ര കാലമാണോ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇയാള് വർക്ക് ചെയ്തിട്ടുള്ളത് 25 വർഷമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇയാൾ ഓൾറെഡി എൻഗേജ്ഡ് എത്രയാണ്? 16 മാസമാണ്. ഓക്കെ, അപ്പൊ ഒരു വർഷത്തിൽ ഒരു മാസം എന്നുള്ള നിലയ്ക്ക് ലീവ് കൂട്ടി കഴിഞ്ഞാല് ഇവിടെ എത്ര വരും? 9 മന്ത്സ് ഇനിയും ബാലൻസ് വരും. ഇപ്പൊ 9 മന്ത്സിന്റെ സാലറി നമ്മൾ കാണാം 21,190 into 9 ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പൊ 1,90,710 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് സാലറി ഫോർ ബാലൻസ് മന്ത്സ് വരുന്നത് 1,90,710. ഇത് നാലാമത്തെ കണ്ടീഷൻ എന്താണ്? മാക്സിമം ലിമിറ്റ് ആണ്. മാക്സിമം ലിമിറ്റ് എൻഗേജ്മെന്റിന്റെ കേസിൽ എത്രയാണ്? 25 lakh ആണ് മാക്സിമം ലിമിറ്റ് വരുന്നത്. അപ്പൊ ഇവിടെ എക്സംപ്റ്റഡ് എമൗണ്ട് എത്രയാണ്? എക്സംപ്റ്റഡ് ഈസ് ഈക്വൽ ടു ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ആണ്. ലീസ്റ്റ് എമൗണ്ട് എത്രയാണ്? 1,90,710 ആണ്. ദെൻ ടാക്സബിൾ എമൗണ്ട് കാണാൻ ടാക്സബിൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 2,35,000 മൈനസ് 1,90,710. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 44,290 എന്ന് ടാക്സബിൾ എമൗണ്ട് ഓഫ് എൻഗേജ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.